ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 4 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനുമുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇതോടെ മത്സരചിത്രം തെളിയും. കേരളത്തിൽ ഇതിനകം 35 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചു. അടുത്ത മാസം 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഉച്ചസ്ഥായിയിൽ. LDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തും. നാളെ അദ്ദേഹം തൃശൂരിൽ വിവിധ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരിലും പാലക്കാടും പ്രചാരണത്തിനെത്തും. കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി ഇന്ന് കോഴിക്കോട് തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഇന്ന് കണ്ണൂരിൽ UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വന്യമൃഗശല്യവും നെറ്റ്വർക്ക് പരിമിതികളും കണക്കിലെടുത്ത് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. 3 പോളിംഗ് ബൂത്തുകളാണ് പഞ്ചായത്തിൽ ക്രമീകരിക്കുന്നത്. 2010-ൽ രൂപീകൃതമായ ഇടമലക്കുടി പഞ്ചായത്തിൽ 1800ഓളം വോട്ടർമാരാണുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നതും അപകീർത്തികരവുമായ രീതിയിൽ സമൂഹമാധ്യമമായ Xൽ പ്രചരിച്ച AI വീഡിയോയ്ക്കെതിരെ നടപടിയെടുത്ത് കേരള പോലീസ്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാനും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുമുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ നിലപാടുകൾ കർശനമാക്കി ഇറാനും അമേരിക്കയും. ഹോർമൂസ് കടലിടുക്കിന്മേലുള്ള നിയന്ത്രണം കർശനമാക്കാൻ ടെഹ്റാൻ നീക്കം നടത്തിയപ്പോൾ മേഖലയിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രപരമായ സൈനിക നീക്കവുമായി അമേരിക്കൻ യുദ്ധക്കപ്പലായ ട്രിപ്പോളി പശ്ചിമേഷ്യയിലേക്ക് അടുക്കുകയാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ ടോൾ സംവിധാനം ഏർപ്പെടുത്തുകയാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ചില കപ്പലുകൾ ചൈനീസ് യുവാൻ നൽകി കടലിടുക്കിലൂടെ കടന്നു പോകുന്നതായും റിപ്പോർട്ടുണ്ട്. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ സൗഹൃദ രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കാൻ ഇറാൻ അനുമതി നൽകിയതായി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരഗ്ചി പറഞ്ഞു. വിഷയത്തിൽ ചർച്ച തുടരുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിന് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, ജോർദാൻ എന്നിവയെ ലക്ഷ്യം വെച്ചുള്ള ഇറാന്റെ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ സമിതി. അതേസമയം അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇറാൻ നിരസിച്ചത് പശ്ചിമേഷ്യയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിൽ ദരിദ്രരും ദുർബലരുമായ ജനങ്ങളാണ് ഏറ്റവും ബാധിക്കപ്പെടുന്നതെന്ന് മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. യുദ്ധം ഉടനടി അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളും അന്താരാഷ്ട്ര നിയമങ്ങളും പാലിക്കുകയാണ് പ്രതിസന്ധിക്ക് പരിഹാരമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 29-ന്. പരിപാടിയുടെ 132-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ അറിയിക്കാം. എറണാകുളം ആലുവയ്ക്കടുത്ത് എടയാറിൽ വൻ തീപിടുത്തം. ഓയിൽ കമ്പനിയിലെ ബോയിലറിനാണ് തീപിടിച്ചത്. ബോയിലർ നിർത്തിവെക്കാൻ ശ്രമിക്കുന്നതിനിടെ തൊഴിലാളി പൊള്ളലേറ്റു മരിച്ചു. ബിനാനിപുരം പോലീസ് തുടർ നടപടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. പുറത്തേക്കിറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,000 രൂപയും ഗ്രാമിന് 13,250 രൂപയുമാണ് ഇന്നത്തെ വില. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഈ വർഷത്തെ ശ്രീ സ്വാതി തിരുനാൾ സംഗീതോത്സവം ഇന്ന് സമാപിക്കും. ഇന്ന് ഡോക്ടർ ആനേടി C. ധനലക്ഷ്മി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി നടക്കും. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലാണ് പരിപാടി. ആന്ധ്രാപ്രദേശിൽ ഇന്ന് പുലർച്ചെ സ്വകാര്യ ബസ് ടിപ്പറുമായി കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. 28ഓളം പേർക്ക് പരിക്കേറ്റു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.